ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് സ്പെസിഫിക്കലി നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കരിയർ, ജോലി, അങ്ങനെ അഡ്വൈസ്, കരിയർ ആൻഡ് ഫൈനാൻസ് നിങ്ങളുടെ. ഓക്കെ, അത് മെയിനായിട്ട് എടുക്കാം. അതിൻ്റെ ഒരു ജനറൽ ഗൈഡൻസ് കൂടി ഞാൻ പറയാം തീർച്ചയായിട്ടും. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന രീതിക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. മെയിനായിട്ട് നമുക്ക് കരിയർ ആൻഡ് ഫൈനാൻസിൻ്റെ ഒന്ന് എടുത്തേക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ, ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂണിവേഴ്സ് കാണിക്കുന്നത് എന്താ നോക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. ജോലി, കരിയർ, ഓ വെരി നൈസ്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, ആക്ച്വലി സ്റ്റെബിലിറ്റി വരുന്ന രീതിക്കാണ് കാണുന്നത്. നല്ല കാർഡ്സ് ആണ്, വെരി നൈസ് കാർഡ്സ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓൾറെഡി ഒന്നുമില്ലെങ്കിൽ ജോലി ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടും എന്നുള്ളൊരു കാര്യം ഇവിടെ 100% നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ ലൈഫിനെ നിങ്ങൾക്ക് നല്ല എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണെന്നാണ് കാണുന്നത്. ആൻഡ് ഇത് കരിയർ ഓറിയൻറ്റഡ് പീപ്പിൾ എന്ന് പറയാം നമുക്ക്. അപ്പോൾ നിങ്ങൾ കരിയറിന് നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് എനിവേ നമ്മൾ ചോദിച്ചതും കരിയറിനെ കുറിച്ചാണ്. സോ യെസ്, കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്തിൻ്റെ എനർജിയാണ് വരുന്നത്. ഓൾറെഡി ജോലി ഉള്ളവർക്കാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ബെറ്റർ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ജോലി ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങളെ കാണുന്നത് ഒരു കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐ തിങ്ക് വളരെ ഫാമിലി ഓറിയൻറ്റഡ് എന്ന് പറയാം. നിങ്ങൾ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യാനുള്ള അത്ര, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള അത്ര എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ ഒരു മെയിൻലി ഫൈനാൻസിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്ന ഒരു സമയമായിട്ടാണ്. അതിന് ആക്ച്വലി നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മേ ബി കരിയർ ജോലിയിലൊക്കെ ഒരു ഡള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നത് ചിലപ്പോൾ വല്ല ഐഡിയാസ് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, ഞാനിത് ട്രൈ ചെയ്യട്ടെ, ഇന്ന രീതിയിൽ ട്രൈ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ കുറച്ചൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ചാരിറ്റി എന്നുള്ളത് കാണുന്നുണ്ട്. മേ ബി ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ ഫൈനാൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ കുറച്ച് ചാരിറ്റി ചെയ്യണം എന്ന് പറയും. ഓക്കെ, കുറച്ച് ദാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയും. ബിക്കോസ് അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ പറ്റുന്ന രീതിയിൽ മതി കേട്ടോ. ഓക്കെ, വളരെ ലൈക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വളരെ നിങ്ങൾ പറയും ചിലപ്പോൾ എനിക്ക് സാലറി വരുന്നില്ല എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സമയം കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ സമയം അല്ലെങ്കിൽ കുറച്ച് ഫുഡ്, ഒരു നേരത്തെ ഫുഡ് ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ കരിയറിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, മാത്രമല്ല ഇവിടെ വേറെ തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് യൂണിവേഴ്സ് തരുമെന്നാണ്. അതിവിടെ പ്രത്യേകിച്ച് കരിയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ജോലിയിൽ നിങ്ങളിടുന്ന എഫേർട്ട് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സീനിയേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അതിൽ ഒരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ വരുന്ന രീതിയിൽ, അതിപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, മാനേജറിൻ്റെ ഭാഗത്തായിരിക്കാം. ബട്ട് എവിടെയോ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഈക്വൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന രീതിക്കും കാണുന്നുണ്ട്. സോ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വരുന്ന രീതിക്കാണ്. ഇവിടെ അഗെയിൻ ഒരു നമ്മൾ പറയുന്ന സ്റ്റേബിൾ ലൈഫ് എന്ന രീതിയിൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് കാണിക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ അത് വളരും, ഗ്രോ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്ക് ഒരു ന്യൂ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കായിരിക്കാം. ഒരു സെലിബ്രേഷൻ്റെ എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങളിവിടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് നമ്മൾ പറയില്ല, ഒരു സെലിബ്രേഷൻ വരുന്ന പോലെയൊക്കെ കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. അല്ലാത്തവർക്കും നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ഒരു ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ ലൈഫ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതൊരു നമ്മളൊരു ഓക്കെ വീട് പെട്ടെന്ന് ഓർത്തു, വീട് എന്നുള്ളൊരു എനർജിയാണ് ഇത്. ഹോം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്, 4 of Wands കാർഡ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിൻ്റെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ളൊരു സാധ്യതയാണ്. വീട് കെട്ടാൻ അല്ലെങ്കിൽ കെട്ടാൻ തുടങ്ങാൻ അറ്റ്ലീസ്റ്റ്. ഓക്കെ, അത്രയെങ്കിലും നിങ്ങൾക്ക് പോസിബിൾ ആവും. എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, യെസ് അങ്ങനെയാവാം. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കാം. സോ അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത്. വളരെ നല്ല എനർജീസാണ് ഓവറോൾ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കരിയർ ആൻഡ് ഫൈനാൻസിൽ ഗ്രോത്തിൻ്റെ ഒരു പീരീഡാണ് ഇപ്പോൾ. ഓക്കെ, നല്ലൊരു സമയമാണ്. സോ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യൂ എന്നൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും അതിന് നല്ലൊരു റിസൾട്ട്, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും ചെയ്യും. ഇവിടെ ഒരു കാര്യം പറയുന്നത് അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങളോട് ലേശം കാര്യങ്ങൾ പ്രയോറിറ്റി ഒന്ന് മാനേജ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ അതായത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നതായിരിക്കാം. അല്ല, ജഗ്ലിംഗ് ആണ് കാണുന്നത് എനിക്ക്. കുറേ കാര്യങ്ങൾ മേ ബി നിങ്ങൾ ഏറ്റെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾ ഒരുപാടിലേക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഓക്കെ, നമ്മൾ ഒരു ഐ ഡോണ്ട് നോ ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഒരു ജഗ്ലിംഗ് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. അതിനെ ലേശം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടത് എന്ന രീതിക്ക് നിങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാലൻസ് പോകും. ഓക്കെ,
ചിലപ്പോൾ ഫൈനാൻഷ്യലി ചിലപ്പോൾ ഒരുപാട് ജഗ്ലിങ്ങിൻ്റെ കാര്യമായിരിക്കാം. ഫൈനാൻഷ്യൽ പക്ഷേ അത് ഐ തിങ്ക് എല്ലാം സോൾവ് ആവും. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ഫൈനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ജഗ്ൽ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നുള്ള രീതിക്കാണ്. ആരെങ്കിലും സപ്പോർട്ട് എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. സപ്പോർട്ട് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ്, അഗൈൻ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്ന സപ്പോർട്ടായിരിക്കാം, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടായിരിക്കാം. സോ ആരെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൂടി കിട്ടുന്ന രീതിയിലാണ്. സോ അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ ഞാനിത് റിലേഷൻഷിപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നില്ല. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്സ് വരുന്ന രീതിക്കും ഉണ്ട് ഇവിടെ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫൈനാൻസ് പറയുമ്പോൾ ഓക്കെ, ബിസിനസ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ആരുടെയെങ്കിലും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിലും ഇവിടെ നമ്മളൊരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിലാണ്. അത് ഇവിടെയും പറഞ്ഞു ഞാൻ. നിങ്ങൾ എന്ത് അങ്ങോട്ട് ചെയ്യുന്നു അതുപോലെ ഏതൊരു കാര്യത്തിലായാലും ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് തിരിച്ചുകൂടി കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. ആൻഡ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ബട്ട് യെസ്, ഇവിടെ ഷാഡോ സൈഡിൽ നമുക്ക് 5 of Swords 7 of Swords 7 of Wands ഒക്കെ ഉണ്ട്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്ക് ഓഫ് ദ മൈൻഡ്. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പറയില്ല, ഈ ഗ്രോത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില പേടികളുണ്ട്. ദാറ്റ് പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, ഓക്കെ, പാസ്റ്റിൽ നടന്ന ചില മിസ്റ്റേക്സ്, അതിനെ ഓർത്ത് നിങ്ങൾക്ക് ചെറിയ ടെൻഷൻ എനിക്ക് കാണുന്നുണ്ട്. ആ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്കൊരു മനസ്സിലെപ്പോഴും ഒരു പേടിയാണ്, അതായത് ഇനിയും അങ്ങനെ സംഭവിച്ചാലോ എന്നൊക്കെ ആയിരിക്കാം. ഇവിടെ നിങ്ങളെപ്പോഴും അവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചാലഞ്ചും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ജസ്റ്റ് നമ്മൾ പറയില്ലേ, ഒന്ന് ധൈര്യത്തിൽ മുന്നോട്ട് പോവുക, നമ്മൾ വിടാതെ പിടിച്ച് നിൽക്കൂ എന്നൊരു എനർജിയാണ്. ഓക്കെ, സോ യെസ്, ഇവിടെ ഓവറോൾ നിങ്ങൾക്ക് ജോലി ഇല്ലാത്തവരാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉള്ളതിലും ഒരു ഗ്രോത്ത് വരുന്ന സമയമാണ്. ഈ ഒരു 1-2 കാർഡ്സ് ആയിരുന്നു ഇവിടെ നമുക്ക് അഡ്വൈസ് ആയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ജഗ്ലിംഗ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രയോറിറ്റൈസ്, നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഡെക്കിന്ന് അഡ്വൈസ് ആയിട്ട് എടുത്തേക്കാം. ഹ്യൂജ് ഡിസിഷൻസ് ഉണ്ട് ഇവിടെ. വേറെന്താ, ഓവർ സ്പെൻഡിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പൈസ ജഗ്ലിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സോ എവിടെയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. സ്പെൻഡിങ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കെയർ വയ്ക്കാം. ഓക്കെ, നിങ്ങളത് വേണം വെച്ച് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല എനിക്ക് ഫീൽ ചെയ്തത്. ഐ ഫെൽറ്റ് ലൈക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ പറയില്ല, ചിലപ്പോൾ വരവിനേക്കാൾ ചിലവ് സംഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അവിടെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഓവർ സ്പെൻഡിങ് ആയിട്ടല്ല, ബട്ട് വേണ്ടി വരുന്നുണ്ടാവും. ചിലപ്പോൾ പല കാര്യങ്ങളിലേക്കായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പൈസ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ ഒന്ന് ശ്രദ്ധിക്കൂ, ഏതാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനൊന്ന് എങ്ങനെയെങ്കിലും പെർഫോമൻസ് ഇവാലുവേഷൻ. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടും എന്നാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു ഇത് വരുമ്പോൾ, നമ്മൾ പെർഫോമൻസിൻ്റെ ഇവാലുവേഷൻ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട്, നല്ല റിസൾട്ട് അതായത് പ്രതീക്ഷിക്കാം ഒരു സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് ഡെപ്റ്റ് പെയ്ഡ്, യെസ്, ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി കുറച്ചുകൂടി നിങ്ങളൊരു നല്ല സ്റ്റേജിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി കുറച്ച് കൊടുക്കാൻ പറ്റും. കടങ്ങളൊക്കെ തീർത്ത് വരിക എന്ന് മാത്രം ഞാൻ പറയാം, എന്ന് ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് നിങ്ങൾക്ക് ആ ഭാരങ്ങൾ കുറഞ്ഞ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബഡ്ജറ്റ്, യെസ്, വീണ്ടും വരുന്നുണ്ട്. നിങ്ങളോട് സ്പെൻഡിങ്ങിനെ കുറിച്ചൊന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ ചിലപ്പോൾ പല വഴിക്കും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പോകുന്നുണ്ടാവും. സോ ഒന്ന് എഴുതി വെക്കാൻ തുടങ്ങും. ഓക്കെ, നമുക്കിത് ആക്ച്വലി മണി മാനിഫെസ്റ്റേഷനൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മണി നിങ്ങളൊന്ന് എഴുതി വെക്കാൻ തുടങ്ങും. ഓക്കെ, റെഗുലറായിട്ട് എഴുതി വെക്കാം. ഒന്ന് ട്രാക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് കാര്യത്തിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഏതാണ് ഇപ്പോൾ വേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾക്കൊരു ബഡ്ജറ്റിംഗ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ന്യൂ അസറ്റ്സ്, യെസ്, നിങ്ങൾ എന്തെങ്കിലും വീടെന്ന് ഞാൻ പറഞ്ഞു, വീട് അല്ലെങ്കിൽ കാറ്, വാഹനം നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട് ഇവിടെ. സോ യെസ്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ലൊരു ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. സോ യെസ്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന രീതിയിൽ കാണുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ്, വെരി നൈസ്. ഓക്കെ, ആൻഡ് മൈക്രോ മാനേജ്, കുറച്ച് സൂക്ഷിച്ച് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ പറയില്ലേ, സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക ഓരോ കാര്യങ്ങളെയും. ഓക്കെ, എവിടെയാണ്, ഏത് വഴിക്കാണ്, എന്തൊക്കെയാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്, ഇത് ഒരേ രീതിയിലാണ് ഇവിടെ പറയുന്നത്. ആ 2 of Pentacles ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു എനർജി നിങ്ങളുടെ കയ്യിൽ, സപ്പോസ് പലരും പറയാറുണ്ട് ഏണിംഗ് വരുന്നുണ്ട്, വരുമ്പോഴേക്കും പോകണമെന്ന് പറയും അല്ലേ. സോ ഒന്ന് അവിടെ ബഡ്ജറ്റിങ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക, എന്താണ് പറ്റുന്നത് എന്നൊന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യാൻ തുടങ്ങുക. എഴുതി വെച്ചു കേട്ടോ, നല്ലൊരു ഐഡിയ ആണത്. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് വല്ല എക്സ്പെൻസസ് വരാം, അതുമായിരിക്കാം. ബട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ച പോലെ നമുക്ക് ഒരു സേവിങ്ങും കാര്യങ്ങളും എടുത്ത് വെക്കാൻ പറ്റില്ല അല്ലേ. സോ സൂക്ഷിക്കാം. എനിവേ, ട്രെയിനിങ്, യെസ്, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പഠിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളൊരു എനർജിയാണ്. കൂടുതൽ ട്രെയിനിങ് എടുക്കുക എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ ഇപ്പോൾ ഉള്ള ഫീൽഡിൽ തന്നെ കുറച്ചുകൂടി പഠിക്കാനൊക്കെ ശ്രമിക്കാം.
അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ജോബ് ലോസ്, ടെർമിനേഷൻ. ഓക്കെ, ഐ തിങ്ക് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായ ചില വിഷമങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. സോ മേ ബി പാസ്റ്റിൽ എങ്ങനെ വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ബാധിച്ച് കാണും. ഓക്കെ, അപ്പോൾ ആ ടെൻഷൻ പക്ഷെ നിങ്ങളെ ഇനിയും നിങ്ങളെ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ ബി കെയർഫുൾ. ഓക്കെ, ഒരിക്കൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും നമുക്ക് ഒരു കാര്യത്തിനെയും നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. സോ ഒരു പോസിറ്റീവ് മൈൻഡോടെ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, സോ അതാണ് മെയിനായിട്ട് എന്നിവിടെ കരിയർ ആൻഡ് ഫൈനാൻസിൻ്റെ ഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.